ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഞാനൊരു പുതിയ രീതിയിൽ ബീഫ് റോസ്റ്റ് തയ്യാറാക്കി നോക്കി. വളരെ ടേസ്റ്റ് ഉണ്ട്. അതപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. വളരെ നല്ല തിക്ക് ഗ്രേവിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് 1 കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 2 മീഡിയം സൈസിലുള്ള സവാള. ഈ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. അരിഞ്ഞ ഇഞ്ചി കഴുകി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ ചേർക്കുക. വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വാങ്ങുന്നതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക. 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചിക്ക് വേവുന്നതിനായിട്ട് 1.5 ടീസ്പൂൺ ഉപ്പ് മാത്രം മതി. നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മിയെടുക്കുക. ഇതിനി കുക്കറിലേക്ക് നമുക്ക് മാറ്റാം. ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ഒഴിക്കുന്നില്ല. ചൂടായി വരുമ്പോൾ ഇറച്ചിയിലെ വെള്ളം ഊർന്നിറങ്ങുന്നതാണ്. അതിൽ കിടന്ന് വെന്തോളും. അപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫ് വേകുന്നതിനായിട്ട് ഒരു 3 മുതൽ 6 വിസിൽ വരെ സാധാരണയായിട്ട് ആവശ്യം ഉണ്ടാകാറുണ്ട്. ബീഫിൻ്റെ മുറ്റനുസരിച്ച് ഓരോ സ്ഥലത്തും വ്യത്യാസപ്പെട്ടിരിക്കും. എനിക്കിവിടെ 6 വിസിലായപ്പോഴാണ് ബീഫ് വെന്തത്. ആവിയെല്ലാം പോയ ശേഷം മാത്രം തുറക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. ചെറിയ ഉള്ളി 250 ഗ്രാം നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 12 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസുള്ള തക്കാളി മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് വഴറ്റുക. ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ഇളക്കിയെടുക്കാൻ. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇതൊരു മീഡിയം സ്പൈസിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് 2 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. നേരത്തെ 1.5 ടീസ്പൂൺ ഉപ്പ് ഇറച്ചി വേവിക്കുമ്പോൾ അതിൽ ചേർത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഉള്ളി വഴണ്ടതിന് ശേഷം മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി എടുക്കുക. നല്ല പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറി ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസുള്ള ടൊമാറ്റോ മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി നല്ലതുപോലെ വെന്ത് ആ ഒരു പേസ്റ്റ് നല്ലതുപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു പാകത്തിൽ നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് അതിൻ്റെ ചാറൊന്ന് കുറുകി വരണം. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ച് 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ബീഫ് കറിയായിട്ട് ലൂസ് ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ റോസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഗ്രേവി കുറുകുന്നതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടതാണ്.
ഗ്രേവി നല്ല തിക്കായി ഓരോ കഷ്ണത്തിലും മസാലയൊക്കെ കോട്ട് ചെയ്ത് നല്ല കവർ ചെയ്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്ത ശേഷം മാത്രം കഴിക്കുക. അപ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് വിളമ്പിക്കൊടുക്കാം. ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാം വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത ശേഷം കമൻറ്റ്സ് അറിയിക്കുക. നന്ദി, നമസ്കാരം.